പഠിക്കാൻ പോകുന്നത് ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രേഷന് ഡിഫറൻസിയേഷനായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. വിച്ച് മീൻസ് വാട്ട്? ഇൻ്റഗ്രേഷൻ എന്ന് വെച്ചാൽ ആൻറ്റി ഡെറിവേറ്റീവ്, ഡെറിവേറ്റീവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കണമെങ്കിൽ ഡിഫറൻസിയേഷൻ എന്താണെന്നും അതിനകത്തുള്ള വേരിയസ് റിസൾട്ട്സ് എന്താണെന്നൊക്കെ നമുക്ക് മുൻകൂട്ടിയുള്ള അറിവുണ്ടായിരിക്കണം. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഡിഫറൻസിയേഷനിൽ പഠിച്ചതിന് നേരെ റിവേഴ്സ് അടിക്കുവാണ് ഈ ചാപ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇൻ്റഗ്രേഷനെ ആൻറ്റി ഡെറിവേറ്റീവ്സ് നമ്മൾ പറയാനും കാരണം. നമുക്കൊന്ന് ഡിഫറൻസിയേഷൻ പഠിച്ചതിൽ എന്തൊക്കെ റിസൾട്ട്സ് ഒക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് d/dx ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്. അതുപോലെ d/dx ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, d/dx ഓഫ് ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ്, d/dx ഓഫ് കൊസീക്ക് എക്സ് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ്, d/dx ഓഫ് സീക്ക് എക്സ് സീക്ക് എക്സ് ടാൻ എക്സ്, d/dx ഓഫ് കോട്ട് എക്സ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡിഫറൻസിയേഷനിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മൾ ഇൻ്റഗ്രേഷനിൽ പറയാം. ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുവാണെങ്കിൽ, ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ അതിനെ എക്സ്പാൻഡ് ചെയ്യുക, അതിനെ ഒരു വലുതാക്കുക, അല്ലേ? അതിൻ്റെ ഏരിയ, അതിൻ്റെ പരപ്പളവ്, വിസ്തീർണം, ഇങ്ങനെയൊക്കെ പറയും നമ്മൾ. അപ്പോൾ ഡിഫറൻസിയേഷൻ നമ്മളിങ്ങനെ ഷ്രിങ്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇൻ്റഗ്രേഷൻ അതിനെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ സൈൻ എക്സിനെ ഇങ്ങനെ ഷ്രിങ്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ കോസ് എക്സ് എന്ന് കിട്ടുന്നു. ഇപ്പോൾ കോസ് എക്സിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സൈൻ എക്സ് കിട്ടുന്നു. അതാണ് അതിൻ്റെ മീനിങ്. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് മീൻസ് സൈൻ എക്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് എക്സ് കിട്ടുമെങ്കിൽ നമ്മൾ തിരിച്ചെങ്ങനെ പറയാം? കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സ് കിട്ടും. അപ്പോൾ അതെങ്ങനെ പറയാം? ഇങ്ങനെ പറയാം, കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ സിമ്പിൾ ഇങ്ങനെയാണ്, ഇതാണ് സിമ്പിൾ. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് നമ്മൾ d/dx വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതുകൊണ്ടാണ് dx എന്ന് പറയാം. അതുപോലെ ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് ഇവിടെ ഒരു dx കൊടുക്കണം. ഡിഫറൻസിയേഷനിൽ നമ്മൾ താഴെ dx കൊടുക്കുന്നത് പോലെ ഇൻ്റഗ്രേഷനിൽ ഇവിടെ dx കൊടുക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് dx ഈക്വൽ ടു വാട്ട്? സൈൻ എക്സ്. സൈൻ എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ്, അതേപോലെ ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് dx ഈക്വൽ ടു വാട്ട്? സൈൻ എക്സ്. അപ്പോൾ ഈ ആൻസർ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കൂടെ പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കും, സി. അതങ്ങനെ ഇട്ടുകൊണ്ട് പോകണം. കുറച്ച് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇങ്ങനെ കോസ് എക്സ് ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കുക എന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. അപ്പോൾ ഏത് ആൻസർ ഇൻ്റഗ്രേഷനിൽ കിട്ടിയാലും പ്ലസ് ഒരു കോൺസ്റ്റൻറ്റ് സി അങ്ങനെ കൊടുക്കണം. ഇതാണ് നമ്മളൊരു ഫോർമുല. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് dx ഈസ് ഈക്വൽ ടു വാട്ട്? സൈൻ എക്സ് പ്ലസ് സി. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്കിലുള്ള ഡിഫറൻസിയേഷൻ്റെ ഫോർമുല. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കിട്ടി. സിമിലർലി ഇവിടെ നോക്കാം, d/dx ഓഫ് കോസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ്. ഈ മൈനസ് ഇപ്പുറം കൊണ്ടുവന്നാൽ d/dx ഓഫ് മൈനസ് കോസ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എന്നാവും. അപ്പോൾ എങ്ങനെ പറയാം? സെക്കൻഡ് വൺ, ഇൻ്റഗ്രൽ ഓഫ് ഈ മൈനസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈൻ എക്സ് dx ഈക്വൽ ടു എന്താവും? ഈ മൈനസ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മൈനസ് കോസ് എക്സ് പ്ലസ് സി, അല്ലേ? ഈ മൈനസ് പറയാൻ സൗകര്യത്തിന് വേണ്ടി ഇവിടെ ഇട്ടെന്ന് മാത്രം. d/dx ഓഫ് മൈനസ് കോസ് എക്സ് ഈക്വൽ ടു വാട്ട്? സൈൻ എക്സ്. So integral of sin x equal to minus cos x. Third one, d/dx of tan x equal to what? Sec square x. അപ്പോൾ അങ്ങനെ എഴുതാം, integral of sec square x dx is equal to tan x plus c. അപ്പോൾ അതുപോലെ ഈ മൈനസ് ഇവിടെ കൊടുക്കാം, d/dx of minus cosec x എന്താവും? cosec x cot x. അപ്പോൾ അങ്ങനെ എഴുതാം, ഫോർത്ത് വൺ, ഇൻ്റഗ്രൽ ഓഫ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് എക്സ് പ്ലസ് സി. അങ്ങനെ എഴുതാൻ പറ്റും. ഫിഫ്ത്ത് വൺ, d/dx ഓഫ് സീക്ക് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ടാൻ എക്സ് ഡി എക്സ്. ഡി എക്സ് ഉണ്ട്, integral of sec x tan x dx equal to sec x plus c. Sixth one, d/dx of cot x equal to minus cosec square x. മൈനസ് ഇപ്പുറം കൊടുക്കുമ്പോൾ d/dx of minus cot x equal to cosec square x. അപ്പോൾ integral of cosec square x dx is equal to minus cot x plus c. ഇങ്ങനെയാണ് ഇൻ്റഗ്രേഷൻ്റെ
ഒരു മാതൃക അല്ല. അപ്പോൾ ഇത് നമുക്കറിയണമെങ്കിൽ എന്ത് വേണം? ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ശരിക്ക് മനസ്സിലാവണം. അതുകൊണ്ടാണ് ഡിഫറൻസിയേഷൻ്റെ ഓപ്പോസിറ്റാണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയാൻ കാരണം. ഇൻ്റഗ്രേഷൻ്റെ വേറൊരു പേരാണ് ആൻറ്റി ഡെറിവേറ്റീവ്. അപ്പോൾ അത് ഈ എക്സാമ്പിൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഇത് ഒന്ന് റിവൈസ് ചെയ്യണം, അതിനുശേഷം ഇത് പഠിക്കണം അല്ലേ. ഇപ്പോൾ ഇത് പെട്ടെന്ന് മറന്നു പോയാലും സാറില്ല, ഇത് ഓർമ്മയുണ്ടായാൽ മതി. ഇപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് കോസ് എക്സ്, അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് എന്താവും? സൈൻ എക്സ് ആവും. ഡെറിവേറ്റീവ് ഓഫ് മൈനസ് കോസ് എക്സ് സൈൻ എക്സ് ആവും. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് കോസ് എക്സ് ആവും. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ആവും. ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് സീക്ക് സ്ക്വയർ എക്സ് ആവും. ഇൻ്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് എന്താവും? ടാൻ എക്സ് ആവും. ആ പാറ്റേണിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി നോക്കുകയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് മീൻസ് നമുക്കറിയാം 1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു -1/√1 മൈനസ് എക്സ് സ്ക്വയർ. ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു 1/1 പ്ലസ് എക്സ് സ്ക്വയർ. d by dx of cosec inverse x is equal to -1 divided by x into root of x square minus 1. d by dx of sec inverse x is equal to 1 by x in the root of x square minus 1. d by dx of cot inverse is equal to -1 divided by 1 plus x square. അപ്പോൾ ഇതിൽ പെയർ വൈസ് കാണാൻ പറ്റും. ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് പോലെ തന്നെയാണ് കോസ് ഇൻവേഴ്സ്, സിമ്പിൾ മാത്രമേ ചേഞ്ച് ഉള്ളൂ. ടാൻ ഇൻവേഴ്സ് പോലെ തന്നെയാണ് കോട്ട് ഇൻവേഴ്സ്, സിമ്പിൾസേ ചേഞ്ച് ഉള്ളൂ. കൊസീക്ക് ഇൻവേഴ്സ് പോലെയാണ് സീക്ക് ഇൻവേഴ്സ്, സിമ്പിൾ മാത്രമേ ചേഞ്ച് ഉള്ളൂ. അപ്പോൾ ആ ഡിഫറൻസ് ഒന്ന് മനസ്സിലാക്കി വേണം. ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇൻ്റഗ്രേഷനിലേക്ക് മാറ്റാം. ഇങ്ങനെ പറയാം, സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ആരെ കിട്ടും? 1/√1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ എങ്ങനെ പറയണം? 1/√1 മൈനസ് എക്സ് സ്ക്വയറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ സൈൻ ഇൻവേഴ്സ് എക്സ് വരും. അപ്പോൾ എങ്ങനെ എഴുതാം? 7th one integral of 1/√1 minus x square dx is equal to sin inverse x plus ഒരു കോൺസ്റ്റന്റ് c. ഇതുപോലെ ഇവിടെ നോക്കാം, ഈ മൈനസ് ഇപ്പുറം കൊണ്ടുവരുവാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/√1 മൈനസ് സ്ക്വയർ. അതിനാണല്ലോ ഇതും അല്ല. ഈ മൈനസ് ഇപ്പുറം ഇട്ടാൽ രണ്ടും സെയിം ആവും. അപ്പോൾ ഇതിന് വേറൊരു ആൻസർ കൊണ്ട് എങ്ങനെ പറയാം? മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി അങ്ങനെ കൊടുക്കാം. മനസ്സിലായി? അങ്ങനെ ഈ മൈനസ് ഇപ്പുറം കൊടുക്കുകയാണെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1/√1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും സെയിം ആയി. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ആൻസർ കിട്ടുന്നതിന് പകരം കിട്ടിയാൽ മതി, മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് കിട്ടിയാലും മതി. അത് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇനി ഇതിന് വേറെ കാണേണ്ട ആവശ്യമില്ല, ഈ രണ്ടും കൂടെ ഒന്നായി. അടുത്ത 8th one d by dx of tan inverse x equal to 1/1 plus x square. അങ്ങനെ എഴുതണം, ഇന്റഗ്രൽ 1/1 plus x square dx is equal to tan inverse x plus c. ഇവിടെ നോക്ക്, ഈ മൈനസ് ഇപ്പുറം കൊണ്ടുവന്നെങ്കിൽ d by dx of minus cot inverse x is equal to 1/1 plus x square. അപ്പോൾ അതിൻ്റെ വേറെ ഫോമിൽ എന്താവും? മൈനസ് cot inverse x plus c. Similarly, 9th one d by dx of cosec inverse x equal to what? -1 by x in the root of x square minus 1. ഈ മൈനസ് ഇപ്പുറം കൊണ്ടുവന്നാൽ എന്താവും? d by dx of minus cosec inverse x is equal to 1 by x in the root of x square minus 1. അതും ഇതും സെയിം ആയിരിക്കൂലേ? അപ്പോൾ അങ്ങനെ എഴുതാം, ഇന്റഗ്രൽ ഓഫ് 1 by x into root of x square minus 1 dx is equal to ഒരു ആൻസർ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. സിമിലർലി വേറൊരു ആൻസർ സീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. അങ്ങനെ പെയർ വൈസിൽ നമുക്ക് ഇൻ്റഗ്രേഷനിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനെ റിസൾട്ട്സ് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അതും ഒരു മൈനസിൻ്റെയും പ്ലസിൻ്റെയും ടേബിൾ വരും. ഇന്റഗ്രൽ ഓഫ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ എന്താവും? സൈൻ ഇൻവേഴ്സ് എക്സ് ആവും, ഓർ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. സിമിലർലി ഇന്റഗ്രൽ ഓഫ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്താവും? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി, ഓർ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. Integral of 1/x in the root of x square minus 1 dx is equal to either minus cosec inverse x plus c or sec inverse x plus c. Clear അല്ലേ? അതുപോലെ നമുക്ക് നോക്കാം, d by dx of x raised to n പഠിച്ചിട്ടുണ്ട്, n into x raised to n minus 1 ഫസ്റ്റ് ഇയറിലെ പഠിച്ചതാണ്.
അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാം? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റൈസ് ടു എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ മീൻസ് ഹിയർ എൻ പ്ലസ് വൺ ഇസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ഇറ്റ് ഇസ് ടേക്കൺ ഔട്ട് സൈഡ്. അങ്ങനെ എടുക്കുമ്പോൾ 1 ബൈ എൻ പ്ലസ് വൺ എന്ന് പറയും. 1 by n plus 1 is taken outside, then d by dx of x raised to n plus 1. Okay. Then 1 by n plus 1 into ഇത് n into x raised to n minus 1 ഫോമുല ആകുമ്പോൾ n plus 1 into x raised to n plus 1 minus 1 ഈ ഫോമിൽ ഇത് ചെയ്തു. അപ്പോൾ 1 by n plus 1 is already fixed here. Then n plus 1 into x raised to n plus 1 minus 1, both plus 1 and minus 1 cancelled. So we obtained but x raised to n only, here n plus 1 and n plus 1 which is again cancelled. Then what? X raised to n only. അപ്പോൾ ഇത് സാധനം ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ കിട്ടി നമുക്ക് d by dx of x raised to n plus 1 by n plus 1 is what? x raised to n എന്ന് കിട്ടി. നമുക്ക് ഇതല്ല വേണ്ടത് ഇൻ്റഗ്രേഷനിൽ, ഇതാണ് വേണ്ടത്. അപ്പോൾ d by dx of x raised to n plus 1 by n plus 1 means what? x raised to n. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? integral of x raised to n dx. Integral of x raised to n dx is equal to what? X raised to n plus 1 by n plus 1 plus c. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഈ ഒരു റിസൾട്ടാണ് ആക്കി വെക്കുക. ഇതാണ് പഠിച്ചു നോക്കേണ്ടത്. Integral of x raised to n dx is equal to x raised to n plus 1 by n plus 1 plus c. അതുപോലെ നോക്കാം. d by dx of e raised to x equal to e raised to x തന്നെ. അപ്പം ഇത് കൊടുക്കുന്നത് എങ്ങനെയാണ്? integral of e raised to x dx equal to e raised to x plus c. Similarly, d by dx of log x equal to 1 by x. അപ്പോൾ integral of 1 by x dx is equal to log x plus c. Similarly, d by dx of a raised to x equal to a raised to x log a എന്ന് പഠിച്ചിട്ടുണ്ട് ഡിഫറൻസിയേഷനിൽ. ഈ log a ഇപ്പുറത്തേക്ക് ഇടുമ്പോൾ ഡിവൈഡ് ബൈ ആവും. അപ്പോൾ d by dx of a raised to x by log a is equal to a raised to x. So, integral of a raised to x dx. Integral of a raised to x dx equal to a raised to x by log a plus constant c. അപ്പോൾ ഇങ്ങനെയാണ് ഡിഫറൻസിയേഷനിലുള്ള റിസൾട്ട്സിനെ നമ്മൾ ഇൻ്റഗ്രേഷനിലേക്ക് മാറ്റുമ്പോൾ കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങൾ നോക്കുക. ഇ റൈസ് ടു എക്സിൻ്റെത്, ലോഗ് എക്സിൻ്റെത്, അതുപോലെ എ റൈസ് ടു എക്സിൻ്റെത് എങ്ങനെയാണ് മാറി വന്നതെന്നുള്ളത് രീതി നമ്മൾ നോക്കി മനസ്സിലാക്കണം. ഇതുപോലെ നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് കെ ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇപ്പോൾ കെ ഔട്ട്സൈഡ് എടുക്കാം. കെ ഇൻറ്റു ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ്. പിന്നെ സം ഫോമുല ഇൻ്റഗ്രൽ യു പ്ലസ് വി ഡി എക്സ് ഈക്വൽ ടു integral of u dx plus integral of v dx. നമ്മൾ ഡെറിവേറ്റീവിൽ പറഞ്ഞതുപോലെ integral of f of x plus g of x dx. അപ്പോൾ f of x ന് പകരം u എന്നും g of x ന് പകരം v എന്നും കൊടുത്തു മാത്രം. integral of u plus v dx equal to integral of u dx plus integral of v dx. സെയിം കേസാണ് മൈനസ്. integral of u dx മൈനസ് integral of v dx. പിന്നെ പ്രോഡക്റ്റ് നമ്മൾ ഡിഫറൻസിയേഷനിൽ പഠിച്ചിട്ടുണ്ട്. d by dx of uv or f of x into g of x is what? f of x into d by dx of g of x plus g of x like f of x is g of x. g of x into d by dx of f of x. നിങ്ങളുടെ f of x u അല്ലേ, f of x അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അതിന് കണക്കായിട്ട് ഇൻ്റഗ്രേഷനിലുള്ള ഫോമുലയാണ് ഇത്. ഇൻ്റഗ്രൽ f of x into g of x dx. ഇപ്പോൾ ഫോമുല കുറച്ച് ലെങ്തിയാണ്, തൽക്കാലം ബൈഹാർട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ പ്രൂഫൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് യു വി ഡി എക്സ് ഈക്വൽ ടു യു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് വി ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് യു ഇൻ്റഗ്രൽ വി ഡി എക്സ് ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഒരു ഡി എക്സ് കൂടെ. ഇത് വായിക്കാൻ സൗകര്യത്തിന് വേണ്ടി യു മീൻസ് ഇത് ആദ്യത്തെ ഫസ്റ്റ് ഫംഗ്ഷൻ, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് യു വി അപ്പോൾ എങ്ങനെ പറയാം? യു മീൻസ് ഫസ്റ്റത്തെ, വി സെക്കൻഡത്തെ. ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ്, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ്
ഡി എക്സ് പിന്നെ ഒരു ഡി എക്സും കൂടെ. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് എന്ന് വായിച്ചാൽ മതി. ഇങ്ങനെ വായിക്കട്ടെ, ഇൻ്റഗ്രൽ ഓഫ് യു ബി ഡി എക്സ് ഈക്വൽ ടു ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സെക്കൻഡ് ഡി എക്സ് ഡി എക്സ്. അപ്പോൾ അത് വായിച്ചിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ റിസൾട്ടിന് ഇതാണ്, ഇത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ഇതിൻ്റെ പേരാണ് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുമ്പോൾ ഇത് യൂസ് ചെയ്യും, ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുണ്ട്. അപ്പോൾ അന്നേരം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പോൾ ഈ പ്രോപ്പർട്ടീസ് ഒന്ന് പഠിച്ചു വെക്കണം അല്ലേ. ഡിഫറൻസിയേഷനിൽ പറഞ്ഞ പോലെ ഇൻ്റഗ്രേഷൻ്റെ ഈ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി വെക്കുക. ഇത്ര സമയം പഠിച്ച റിസൾട്ട്സ് വെച്ചിട്ട് ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാനാവും നോക്കാം. ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് 5x സ്ക്വയർ മൈനസ് 4 ഹോൾ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടില്ല, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള പോലെ ഉണ്ടാവും. നമുക്ക് ആദ്യം ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ, ഇത് ബൈ ഇത്, പ്ലസ് 5x സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ മൈനസ് 4 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തു ഡി എക്സ്. ബ്രാക്കറ്റ് ഇട്ടത് ഈ ഡി എക്സ് എല്ലാത്തിനും വേണ്ടത് അല്ലേ. അപ്പോൾ ഓരോ ടേമിനെയും എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്തു. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ബൈ എക്സ് സ്ക്വയർ. വാട്ട് ഇസ് എക്സ് ക്യൂബ്? എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ബൈ എക്സ് സ്ക്വയറോ എക്സ് ഇൻറ്റു എക്സ്, കട്ടായി. സോ ഓൺലി എക്സ് അറിയുന്ന കാര്യം. എക്സ് പ്ലസ് എക്സ് സ്ക്വയർ കട്ടായി 5 ഓൺലി മൈനസ്, ഇവിടെ കട്ടാവാനൊന്നുമില്ല 4. ഈ എക്സ് സ്ക്വയർ നമുക്ക് ഇതിന് മുകളിൽ കൊണ്ടുവരാം. അപ്പോൾ എക്സ് റൈസ് ടു -2 എന്നാവും. ഡിനോമിനേറ്റർ മുകളിലേക്ക് പോകുമ്പോൾ -2 എന്നായി അല്ലേ. ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 5 ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ 4x റൈസ് ടു -2 ഡി എക്സ്. ഡി എക്സ് ഇൻ്റഗ്രൽ ഓരോ ടേമിനും കൊടുത്തു സ്പ്ലിറ്റാക്കി എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ്. എക്സ് മീൻസ് ഇവിടെ മുകളിൽ 1 ഉണ്ടാവും, എക്സ് റൈസ് ടു 1 ഡി എക്സ്. അപ്പോൾ എന്താവും? ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് പഠിച്ചിട്ടുണ്ട്. എന്താ ഫോർമുല? എക്സ് റൈസ് ടു n+1 ഡിവൈഡ് ബൈ n+1 അല്ലേ. നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഈക്വൽ ടു x raised to n+1 divided by n+1. Here n is equal to 1. So 1+1 divided by n+1. പിന്നെ പ്ലസ് ഒരു സി വേണം. ആ സി നമുക്ക് ലാസ്റ്റ് ഒരു സി കൊടുത്താൽ മതി, ഓരോ ടേമിനും സി ഇടേണ്ട ആവശ്യമില്ല. പ്ലസ് ഹിയർ ഇൻ്റഗ്രൽ കെ ഇൻറ്റു എഫ് ഓഫ് എസ്. സോ കോൺസ്റ്റന്റ് എന്ന ഇൻ്റഗ്രേഷനെ പുറത്തേക്ക് എടുക്കാം. 5 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ്, ഓക്കെ, മൈനസ് 4 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു -2 ഡി എക്സ്. ഈ കോൺസ്റ്റന്റ് തന്നെ പുറത്തേക്ക് എടുക്കും. That is equal to x square by 2 അല്ലേ, പ്ലസ് 5 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ്. അത് ഓർത്ത് വെച്ചാൽ മതി. എന്താ വാട്ട് ഇസ് എക്സ്? എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് ആവും, ഡി എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആവും അല്ലേ. എക്സ് ഇസ് എ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി, അതിനെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ ഷ്രിങ്ക് ചെയ്തു, ഡെറിവേറ്റീവ് ചെയ്തു, ചെറുതാക്കി ഡി എക്സ്. ഡി എക്സിനെ വലുതാക്കുമ്പോൾ എക്സ്. സോ ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് മീൻസ് എക്സ്. അത് പഠിച്ചു നോക്കണം. ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് ഈസ് ഈക്വൽ ടു വാട്ട്? എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് എക്സ്, 5 ഇൻറ്റു എക്സ്. അപ്പോൾ അവിടെ ഒരു പ്ലസ് സി വേണം, അത് ലാസ്റ്റ് ഇട്ടാൽ മതി. മൈനസ് 4 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് എക്സ് റൈസ് ടു -2. എക്സ് റൈസ് ടു എൻ്റെ ഫോർമുല എക്സ് റൈസ് ടു n+1 ഡിവൈഡ് ബൈ n+1. ലാസ്റ്റ് ഇൻ്റഗ്രലിൽ സിമ്പിളെല്ലാം പോയി കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു സി കൊടുക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 5x, എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 5x മൈനസ് 4x റൈസ് ടു -2 പ്ലസ് 1 -1 ബൈ -1 പ്ലസ് സി. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 5x, 2 negatives positive I, 4 positive I, 4x raised to -1 plus c. That is x square by 2 plus 5x plus 4. X raised to -1 means what? 1 by x.
പ്ലസ് സി അല്ല എക്സ് റേസ് ടു മൈനസ് 1 എന്ന് പറയുന്നത് 1 ബൈ എക്സ്. ഫൈനൽ ആൻസർ ഈസ് വാട്ട് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 5x പ്ലസ് 4 ഇൻറ്റു 1 4 ബൈ എക്സ് പ്ലസ് സി. അങ്ങനെ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ആക്കാൻ പറ്റും. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് പ്ലസ് 3x പ്ലസ് 4 ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ്. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് പ്ലസ് 3x ഇൻ്റഗ്രൽ 3x ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ് കൊടുക്കാം ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 4 ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ്. ഫസ്റ്റിൽ ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തു, ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 3x ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ 4 ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ് അങ്ങനെ എഴുതാം. ഇൻ്റഗ്രൽ എക്സ് ക്യൂബ് ഡിവൈഡ് ബൈ വാട്ട് ഇസ് റൂട്ട് എക്സ് എക്സ് റൈസ് ടു 1 ബൈ 2 അതാണ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞ സാധനം ഡി എക്സ് പ്ലസ് 3 ഔട്ട് സൈഡ് എടുക്കാം 3 ഇൻറ്റു ഇൻ്റഗ്രൽ വാട്ട് ഇസ് എക്സ് റൂട്ട് എക്സ് റൂട്ട് എക്സ് റൂട്ട് എക്സിൻ്റെ റൂട്ട് എക്സ് ഹോൾ സ്ക്വയർ മീൻസ് എക്സ് തന്നെ അങ്ങനെ എഴുതാം ഡിവൈഡ് ബൈ റൂട്ട് എക്സ് ഡി എക്സ് പ്ലസ് 4 ഔട്ട് സൈഡ് എടുത്തു ഇൻ്റഗ്രൽ 1 ബൈ റൂട്ട് എക്സ് മീൻസ് എക്സ് റൈസ് ടു 1 ബൈ 2 ആകുമ്പോലെല്ലാം സ്പ്ലിറ്റ് ചെയ്ത് വെച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 3 ഇത് മുകളിലേക്ക് എടുക്കുമ്പോൾ എക്സ് റൈസ് ടു മൈനസ് 1 ബൈ 2 ആവും ഡി എക്സ് പ്ലസ് 3 ഇൻ്റഗ്രൽ റൂട്ട് എക്സ് കട്ടായി റൂട്ട് എക്സ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു 1 ബൈ 2 ഡി എക്സ് പ്ലസ് 4 ഇൻറ്റു ഇൻ്റഗ്രൽ ഇത് മുകളിലേക്ക് എടുത്താൽ എക്സ് റൈസ് ടു മൈനസ് 1 ബൈ 2 ഡി എക്സ്. സൗകര്യത്തില്ലേ? കാരണം ഇങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റൂ. എക്സ് റൈസ് ടു എൻ ഡി എക്സ് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സിലേക്ക് കൊണ്ടുപോകണം. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു ഇത് 3 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി 3 പ്ലസ് മൈനസ് 1 ബൈ 2 3 മൈനസ് 1 ബൈ 2 ഇതാവും അല്ലേ? ഇത് രണ്ടും കൂടി ചെയ്താൽ മതി. ഇങ്ങനെ എക്സ് റൈസ് ടു എം എക്സ് റൈസ് ടു എൻ എന്ന് പറയുമ്പോൾ എന്താ എക്സ് റൈസ് ടു എം പ്ലസ് എൻ. അപ്പോൾ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ മതി 3 പ്ലസ് മൈനസ് 1 ബൈ 2 3 മൈനസ് 1 ബൈ 2 തന്നെ ആവും ഡി എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് റൈസ് ടു 1 ബൈ 2 എന്താ എക്സ് റൈസ് ടു 1 ബൈ 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 1 ബൈ 2 പ്ലസ് 1 എക്സ് റൈസ് ടു എണ്ണിൻ്റെ ഫോർമുല പ്ലസ് സി ലാസ്റ്റ് കൊടുത്താൽ മതി പ്ലസ് 4 ഇതും അങ്ങനെ തന്നെ എക്സ് റൈസ് ടു മൈനസ് 1 ബൈ 2 പ്ലസ് 1 ഡിവൈഡ് ബൈ മൈനസ് 1 ബൈ 2 പ്ലസ് 1 ലാസ്റ്റ് ഇത് കൂടെ പോയിട്ടാകുമ്പോൾ ഒരു സി കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു 3 മൈനസ് ഹാഫ് 3 ഹാഫ് കുറച്ചാൽ 2 ആൻഡ് ഹാഫ് 2.5 2.5 മീൻസ് 5 ബൈ 2 5ൻ്റെ പകുതി അല്ലേ 5 ബൈ 2 ഡി എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് 1 പ്ലസ് ഹാഫ് 1 ആൻഡ് ഹാഫ് 1.5 അത് 3ൻ്റെ പകുതി 3 ബൈ 2 ബൈ 3 ബൈ 2 പ്ലസ് 4 ഇൻറ്റു എക്സ് റൈസ് ടു 1 മൈനസ് ഹാഫ് 1 ഹാഫ് മൈനസ് ആയാൽ ഹാഫ് ഡിവൈഡ് ബൈ ഹാഫ് സിയുടെ ആയിട്ടില്ല ഈ ഇൻ്റഗ്രലോട് പോയിട്ടാകുമ്പോൾ സി കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഫോർമുല ദാറ്റ് ഈസ് എക്സ് റൈസ് ടു 5 ബൈ 2 പ്ലസ് 1 ഡിവൈഡ് ബൈ 5 ബൈ 2 പ്ലസ് 1 പ്ലസ് 3 ഇൻറ്റു എക്സ് റൈസ് ടു 3 ബൈ 2 ബൈ 3 ബൈ 2 അപ്പോൾ ബൈ 3 ബൈ 2 നമുക്ക് ചെയ്താൽ മതി ഇൻറ്റു 2 ബൈ 3 ആക്കിയാൽ മതി അല്ലേ ബൈ 3 ബൈ 2 എന്ന് പറയുമ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇൻറ്റു 3 ബൈ 2 എന്നാവും ഇൻറ്റു 2 ബൈ 3 എന്നാവും പ്ലസ് 4 ഇൻറ്റു എക്സ് റൈസ് ടു 1 ബൈ 2 ബൈ 1 ബൈ 2 എന്താവും ഇൻറ്റു 2 ബൈ 1 ആവും ലാസ്റ്റ് ഒരു സി അത് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5 ബൈ 2 പ്ലസ് 1 ഇത് വരും 5 ബൈ 2 പ്ലസ് 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 1 2 5 ഇൻറ്റു 1 5 പ്ലസ്
1 into 2 2 അപ്പോൾ 7 ആവും. x raised to 7/2 divided by 7/2 plus 3 കട്ടാവും. ബാക്കി 2x raised to 3/2 പിന്നെ 4 into 2 8 ആവും പ്ലസ് 8x raised to 1/2 plus c. അപ്പോൾ that is equal to ഈ 7/2 into ആവുമ്പോൾ 2/7 ആവും. That is 2x raised to 7/2 by 7 അല്ലേ? 2 മുകളിലും 7 താഴെയാവും പ്ലസ് 2 into x raised to 3/2 പ്ലസ് 8x raised to 1/2 പ്ലസ് c. സാധാരണ കാൽക്കുലേഷൻ തന്നെ നമുക്ക് ഈ സ്റ്റെപ്പിൽ തന്നെ ആൻസർ ആയി. ഇവിടെ തന്നെ ആൻസർ ആയിട്ടുണ്ട്. ബാക്കിയെല്ലാം 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പോലത്തെ സിംപ്ലിഫിക്കേഷൻ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് നോക്കുക. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അപ്പോൾ ആദ്യം ചെയ്യണം, തന്നിരിക്കുന്ന പോളിനോമിയൽ എക്സ്പ്രഷൻ ആയിരിക്കും അല്ലേ? സ്പ്ലിറ്റ് ചെയ്തിട്ട് കട്ടാക്കേണ്ടതിനെ കട്ടാക്കി കൊണ്ടുവന്നു. പിന്നെ ഇൻ്റഗ്രേഷൻ്റെ ഫോർമുലയൊക്കെ ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ്റെ ഫോർമുല ഏതാ? ഇൻ്റഗ്രൽ x raised to n dx. x raised to n dxൻ്റെ ആൻസർ എന്താ? x raised to n+1 divided by n+1. ആ ഫോർമുല കിട്ടാൻ വേണ്ടി ഇതുപോലെ ചെയ്ത് കൊണ്ടുവന്നു. അവസാനം നമുക്ക് ഇതിലേക്ക് എത്തും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 2x minus 3 cos x plus e raised to x dx. ഫസ്റ്റ്ലി നമുക്കിത് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 2x dx minus integral 3 cos x dx plus integral e raised to x dx. സ്പ്ലിറ്റ് ചെയ്തു. 2 ഔട്ട്സൈഡ് എടുത്തു. ഇൻ്റഗ്രൽ x dx. x means x raised to 1 dx. It's 3 integral cos x dx plus integral e raised to dx. 3 outside. That is 2 into x raised to n dx. That is x raised to n+1. n means 1. 1 plus 1 by 1 plus 1 minus 3 into integral of cos x. d by dx of sin x equal to cos x. So integral of cos x is equal to sin x. So integral of cos x sin x plus integral of e raised to x adan. So integral boy kenja last plus that is 2 into x raised to 2 by 2 minus 3 sin x plus e raised to x plus c. 2 being cancelled. So x square minus 3 sin x plus e raised to x plus c. അങ്ങനെ നമ്മളത് ചെയ്യാം അല്ലേ? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ sec x into sec x plus tan x dx. അപ്പം ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. That is equal to integral sec x into sec x sec square x dx plus integral sec x into tan x dx. What is integral sec square x? Our formula, we know that d by dx of tan x equal to sec square x. So integral of sec square x is equal to tan x. So this is tan x plus formula ഉണ്ട്. integral of sec x tan x എന്താ? sec x. integral of sec x tan x means sec x plus c. So final answer is tan x plus sec x plus c. വളരെ സിമ്പിളായിട്ട് ചെയ്തു. നമ്മൾ നേരത്തെ പഠിച്ച റിസൾട്ട്സിൽ ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് മൈനസ് കോസ് എക്സ്. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് സൈൻ എക്സ് പഠിച്ചു. ഇൻ്റഗ്രൽ ഓഫ് ടാൻ എക്സ് പഠിച്ചിട്ടില്ല അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് എന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻ്റഗ്രൽ ഓഫ് ടാൻ എക്സ് പഠിച്ചിട്ടില്ല. ഇൻ്റഗ്രൽ ഓഫ് കൊസീക്ക് എക്സ് ഇല്ല. ഇൻ്റഗ്രൽ ഓഫ് സീക്ക് എക്സ്, ഇൻ്റഗ്രൽ ഓഫ് കോട്ട് എക്സ് ഇതൊന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ആ ഡിഫറൻസിയേഷനിൽ വരുന്നതിന് നേരെ ഓപ്പോസിറ്റേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? ഇൻ്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഇത് ചെയ്യാൻ വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കാനുണ്ട്. ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് we know that tan x means sin x by cos x. അതാണ് tan x. ക്ലിയർ? അപ്പോൾ അങ്ങനെ മാറ്റി എഴുതി. ഇനി നമ്മൾ ചെറിയൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ശ്രദ്ധിച്ചോ? പുട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ
യു എന്ന് കൊടുക്കുക. യു ഈസ് ഈക്വൽ ടു ഈ കോസ് എക്സിന് യു എന്ന് കൊടുക്കുക. അപ്പോൾ ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ യു ഈസ് ഈക്വൽ ടു കോസ് എക്സ്. അപ്പോൾ കോസ് എക്സ് കാണുമ്പോൾ യു എന്ന് എഴുതണം. വാട്ട് ഇസ് ഇറ്റ്സ് ഡെറിവേറ്റീവ്? ടേക്കിംഗ് ഡി ബൈ ഡി എക്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഡി ബൈ ഡി എക്സ് ഓഫ് യു ഈക്വൽ ടു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ്. ടു സൈഡ്സ് ഡെറിവേറ്റീവ് എടുത്തു. ദിസ് ഈസ് ഡി യു ബൈ ഡി എക്സ്. ഡി യു ബൈ ഡി എക്സ് is equal to d by dx of cos x minus sin x minus sin x, or du is equal to minus sin x dx. dx ने इप्पുറത്തേക്ക് എടുത്തു. du is equal to minus sin x dx, और minus ഇപ്പുറത്തേക്ക് എടുത്താൽ minus du equal to sin x dx. minus du is equal to sin x dx. ഇനി ഇവിടത്തേക്ക് വരാം. is equal to integral what is sin x dx. sin x dx അതിന് പകരം ഇനി എന്ത് എഴുതിയാൽ മതി? മൈനസ് ഡി യു അല്ലെ. sin x dx equal to minus du. what is cos x? cos x means u. So in this step x is vanished. എക്സിന് നമ്മൾ കാണൂല. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതാ വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്? യു. പിന്നെ യു മാത്രമേ ഉണ്ടാവൂ, എക്സ് ഉണ്ടാവില്ല. ഒരു ടേമിൽ പോലും നിങ്ങൾക്ക് എക്സിനെ കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഒരു എയിം. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാനാണ് ഇതുപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് ഇതിന് പറയുക. സബ്സ്റ്റിറ്റ്യൂഷൻ, പകരം കൊടുക്കുക അല്ലേ. അപ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ കോസ് എക്സ് ആണ് യു എന്ന് കൊടുത്തത്. അപ്പോൾ നേരെ മറിച്ച് സൈൻ എക്സ് യു എന്ന് കൊടുത്താൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ ഏതൊക്കെയാണ് യു എന്ന് കൊടുക്കേണ്ടത് എന്നുള്ളത് പഠിച്ചു വെക്കണം. അപ്പോൾ അതിന് കുറച്ചൊരു ഡിഫിക്കൽട്ടി ആയിരിക്കും ചില കുട്ടികൾക്ക്, എന്നാലത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ടാൻ എക്സിന് എങ്ങനെ എടുത്തു? ഇൻ്റഗ്രൽ സൈൻ എക്സ് ബൈ കോസ് എക്സ് ഡി എക്സ്. ദെൻ ദിസ് കോസ് എക്സ് ഈസ് റീപ്ലേസ്ഡ് ബൈ യു. യു ഈസ് ഈക്വൽ ടു കോസ് എക്സ്. Then applying derivatives with respect to x on both sides. That is d by dx both sides എടുത്തു. അപ്പോൾ d by dx of u equal to d by dx of cos x. d by dx of u means അതങ്ങനെ എഴുതാം. du by dx equal to d by dx of cos x ഫോമിലാണ് മൈനസ് sin x. So du is equal to dx ഇപ്പുറം ഇട്ടു, മൈനസ് sin x dx. ഈ മൈനസ് ഇപ്പുറം കൊടുത്താൽ sin x dx equal to മൈനസ് du by cos x. cos x u ആണ്. Equal to this minus is taken outside, integral 1 by u du. മൈനസ് പുറത്തെടുത്തു, 1 by u du അല്ലേ. 1 into du du അല്ലേ. that is equal to minus and the integral 1 by x, integral 1 by x dx is equal to log x ആണ്. അപ്പോൾ integral 1 by u du എന്താവും? log u plus c. ഇൻ്റഗ്രൽ പോയി കഴിഞ്ഞാൽ അപ്പോൾ കോൺസ്റ്റന്റ് ഇടണം. സോ മൈനസ് log u plus c. ദാറ്റ് ഈസ് log u റേസ് ടു മൈനസ് 1 പ്ലസ് c. ഈ മൈനസ് 1 ആണ് ലോഗിൽ സൈഡിലേക്ക് വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു log 1 by u plus c. u raised to minus 1 means 1 by u plus c. That is equal to log 1 by what is u എന്ന് നമ്മൾ തിരിച്ചു പോക്കണം. ആർ യു cos x, cos x plus c. That is equal to log എന്താ 1 by cos sec, sec x plus c അല്ലേ. ഇപ്പോൾ ബ്രാക്കറ്റിന് വരെ ഇങ്ങനെ മോഡ്ലെസ് കൊടുത്താൽ മതി. ബിക്കോസ് നമ്മൾ ലോഗരിതത്തിൽ പോസിറ്റീവ് മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലേ. പോസിറ്റീവ് മാത്രമേ ലോഗരിതം നമ്മൾ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി. അപ്പോൾ നമുക്ക് എന്താ ഫോർമുല കിട്ടിയത്? ദാറ്റ് ഈസ് ഡി ബൈ ഡി എക്സ് ഓഫ് ടാൻ എക്സ്, സോറി, ഇൻ്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ലോഗ് സീക്ക് എക്സ് പ്ലസ് സി. അപ്പോൾ ഈ ഫോർമുല പഠിച്ചു നോക്കണം, ബൈ ഹാർട്ട് ചെയ്ത് നോക്കണം. ഇൻ്റഗ്രൽ ഓഫ് ടാൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു log sec x plus c. അത് ചെയ്യുന്ന മെത്തേഡ് എന്താ? മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. മെത്തേഡ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ.
അപ്പോൾ ഫസ്റ്റ്ലി ഡി ടാൻ എക്സിനെ സൈൻ എക്സ് ബൈ കോസ് എക്സ് എഴുതി പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിൽ ഇതിലേക്ക് കൊടുത്തു. അങ്ങനെ ചെയ്തുകൊണ്ട് പോയി. നെക്സ്റ്റ് റിസൾട്ട് നോക്കാം. ഇൻ്റഗ്രൽ ഓഫ് സീക്ക് എക്സ് ഡി എക്സ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സീക്ക് എക്സും അതുപോലെ കൊസീക്ക് എക്സും. അപ്പോൾ അത് രണ്ടും ചെയ്യുന്നത് ഒരു ഡിഫറെൻറ്റ് വേയിലാണ്. ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഡി എക്സിന് നമ്മൾ ടാൻ എക്സ് ചെയ്യുന്നത് സൈൻ എക്സ് ബൈ കോസ് എക്സ്, കോട്ട് ചെയ്യുന്നത് കോസ് എക്സ് ബൈ സൈൻ എക്സ്. സീക്ക് എക്സിന് നമുക്ക് 1 ബൈ കോസ് എക്സ് എന്നാണ് എഴുതാൻ പറ്റും, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അവിടെ ഇതിനെ മാറ്റുന്നു. ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു sec x plus tan x divided by tan x divided by sec x plus tan x dx. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ആർ മൾട്ടിപ്ലൈഡ് ബൈ sec x plus tan x. അപ്പോൾ ഇത് കട്ടായിട്ട് പോകും. ഇത് കട്ടായിട്ട് പോയാൽ ബാക്കി sec x തന്നെയുള്ളൂ. അപ്പോൾ ഈ ഒരു ഫാക്ടർ ഓർത്ത് വെക്കണം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും sec x പ്ലസ് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ആക്കുന്നു, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. അപ്പം അങ്ങനെ കൊടുത്തു. ഇത് കട്ടായാലും sec x തന്നെയാണ് വരുന്നത്. ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇൻ്റഗ്രൽ പുട്ട് u ഈസ് ഈക്വൽ ടു sec x പ്ലസ് ടാൻ എക്സ്. ദെൻ du ബൈ dx ഈക്വൽ ടു d by dx ഓഫ് sec x, that is sec x tan x plus d by dx of tan x sec square x. The formula. Then sec x is taken outside. Sec x into here tan x plus sec square the sec over sec back into sec x. Or du is equal to sec x into tan x plus sec x or sec x plus tan x, sec x plus tan x dx. So സൗകര്യത്തിലുണ്ട് അങ്ങനെ. That is sec x into sec x plus tan x dx. Sec x into sec x plus tan x dx. That is what du. അപ്പോൾ ഇത്രയും സാധനത്തിന് പകരം ഇനി du എഴുതിയാൽ മതി. Divided by sec x plus tan x, that is u. So integral 1 by u du. That is integral 1 by u means log u plus c. That is log. What is u? U means sec x plus tan x. Log ആയിട്ട് പോസിറ്റീവ് എടുക്കാൻ വേണ്ടി മോഡ്ലസ് പ്ലസ് c. So integral sec x dx is what? Log sec x plus tan x plus c. അപ്പോൾ അത് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കണം. ഈ ടേം ശ്രദ്ധിക്കണം. sec x plus tan x is used as the parameter u ആയിട്ട് നമ്മൾ എടുത്തു. സോ sec x plus tan x കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇതിൽ du by dx കൊടുക്കുമ്പോൾ du is equal to sec x into sec x plus tan x dx. That can be used for the numerator, the entire numerator. അതിന് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ entire numerator എന്താവും? du ആവും. ഡിനോമിനേറ്റർ അടുത്ത സാധനം u ആവും. സോ ഇൻ്റഗ്രൽ du by u means integral 1 by u du. Integral 1 by u means log u. Log u means ഇത് അങ്ങനെ log sec x plus tan x plus c. Trigonometry last one, integral cosec x dx. ഇതിലും sec ചെയ്ത പോലെ ഒരു കാര്യം ഓർത്ത് വെക്കാനുണ്ട്. ഇൻ്റഗ്രൽ cosec x into cosec x minus cot x divided by cosec x minus cot x dx. അപ്പോൾ sec x plus tan x എന്ന് പറഞ്ഞ പോലെ ഇതിൽ cosec x minus cot x ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും കൊടുത്തു. അത് ക്യാൻസൽ ആയി പോയാലും ക്വസ്റ്റ്യൻ തന്നെ കിട്ടും, അവിടെ പ്രശ്നമൊന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ put u is equal to cosec x minus cot x. Substitute it. Take it d by ds on both sides. Du by dx is equal to cosec x ന്റെ minus cosec x cot x minus cot x ന്റെ ഡെറിവേറ്റീവ് cosec square x. That is equal to minus cosec x outside എടുത്താൽ ഒരു cot x ഉണ്ടാവും. മൈനസ് ഔട്ട്സൈഡ് എടുക്കുമ്പോൾ ഇത് പ്ലസ് ആവും.
കൊസീക്ക് പോകുമ്പോൾ ഒരു കൊസീക്ക് എക്സ് ബാക്കിയുണ്ടാവും. അങ്ങനെ കിട്ടി. ദിസ് ഈസ് ഡി യു ബൈ ഡി എക്സ്. ദെൻ ഡി യു ഈസ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് പ്ലസ് കോട്ട് എക്സ്. മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് മൈനസ് ഡി ബൈ ഡിസ് കോട്ട് എക്സ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ഓക്കെ. ദെൻ മൈനസ് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ ഇവിടെ ഒരു മൈനസ് ആയി അല്ലേ. കൊസീക്ക് എക്സ് എന്നത് മൈനസ് കൊസീക്ക് എക്സ് കോട്ട് എക്സ് ദെൻ മൈനസ് ഡി ബൈ ഡിസ് കോട്ട് എക്സ് മൈനസ് കൊസീക്ക് സ്ക്വയർ എക്സ്. ഇപ്പോൾ രണ്ട് മൈനസ് ഉണ്ട്. ഒരു മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരു മൈനസ് ബാക്കി ഉണ്ടാവും. മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു cot x minus cosec x or cosec x minus തിരിച്ചെഴുതുമ്പോൾ ഇപ്പോൾ 4 മൈനസ് 3 അത് തിരിച്ചെഴുതുമ്പോൾ 3 മൈനസ് 4 എന്നാവും. 3 മൈനസ് 4 മൈനസ് 1 ആണ്. ഇപ്പോൾ നെഗറ്റീവിൻ്റെ പ്രശ്നം വരും. ആ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടെ പോസിറ്റീവും. ക്ലിയർ? ദാറ്റ് ഈസ് മൈനസ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ട് എക്സ് മൈനസ് കൊസീക്ക് എക്സ്. ഇത് തിരിച്ചെഴുതുമ്പോൾ കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് ആവും. അപ്പോൾ നെഗറ്റീവ് ആയതുകൊണ്ട് തിരിച്ചെഴുതുമ്പോൾ നെഗറ്റീവ് വരും അല്ലേ. ഇപ്പോൾ 4 മൈനസ് 3 തിരിച്ചെഴുതുമ്പോൾ എന്താ വരിക? 3 മൈനസ് 4. 4 മൈനസ് 3 1. 3 മൈനസ് 4 മൈനസ് 1. സോ നെഗറ്റീവിൻ്റെ പ്രശ്നം വരും. ആ നെഗറ്റീവും ഈ നെഗറ്റീവും കൂടെ പ്ലസ് ആയി. സോ ഇതാണ് കിട്ടുന്നത്. കൊസീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ്. ഈ ഡി എക്സ് അപ്പുറത്തേക്ക് പോയി ഇൻറ്റു ഡി എക്സ്. പ്ലസ് ഇൻറ്റഗ്രൽ കൊസീക്ക് എക്സ് ഇൻറ്റു കൊസീക്ക് എക്സ് മൈനസ് കോട്ട് എക്സ് ഡി എക്സ്. That is du divided by cosec x minus cot x u integral 1 by u du. What is integral 1 by u? Log u plus c. That is log u means cosec x minus cot x plus c. So integral of cosec x dx is equal to log cosec x minus cot x പ്ലസ് സി. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ടേം പഠിച്ച് ബൈഹാർട്ട് ചെയ്ത് നോക്കണം. ഇപ്പോൾ എല്ലാ ടെക്നോമെട്രിക് ഫംഗ്ഷൻസും കവറായി. ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി. ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് സൈൻ എക്സ്. ഇൻ്റഗ്രൽ ഓഫ് ടാൻ എക്സ് പറഞ്ഞു ലോഗ് സീക്ക് എക്സ്. അങ്ങനെ ഓരോരോ ടേം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുന്നു. അപ്പോൾ എല്ലാ 6 ടെക്നോമെട്രിക് ഫംഗ്ഷൻസും ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട്. റൈറ്റ്. ഇപ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ബിഗിനിങ് പാർട്ടാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ ഡിഫറൻസിയേഷനായിട്ടുള്ള ക്ലോസ് റിലേഷൻഷിപ്പ് എന്ന് വെച്ചാൽ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ആ ഒരു ടേം മനസ്സിലായി നമുക്ക്. ആൻറ്റി ഡെറിവേറ്റീവ് ഈസ് ഓൾസോ നോൺ ആസ് ഇൻ്റഗ്രേഷൻ. ഇപ്പോൾ ഡിഫറൻസിയേഷനിൽ യൂസ് ചെയ്ത ഫോമിൽ എടുത്തു. അതിനെ റിവേഴ്സ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേഷനിൽ വരുന്നത് കണ്ടു. അപ്പോൾ അങ്ങനെ കുറച്ച് റിസൾട്ട്സ് പഠിച്ചു. ഇൻ്റഗ്രേഷനിൽ സിമ്പിളായിട്ടുള്ള അതിൻ്റെ പ്രോബ്ലംസും നമ്മളിപ്പോൾ കണ്ടു. ബാക്കിയുള്ള കുറച്ചുകൂടെ വലിയ വലിയ പ്രോബ്ലംസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇന്നത്തെ ക്ലാസ് ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം.